44 കുടുംബങ്ങളുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് ഒരു തരി മാലിന്യം പോലും പുറത്തേക്ക്, പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തേക്ക് പോകുന്നില്ല. മാലിന്യത്തെ ജൈവ അജൈവ മാലിന്യമായി തരംതിരിച്ച് ഇവിടെ തന്നെ സംസ്കരിക്കുന്നു. ശുചിത്വ മിഷന്റെ സേവനദാതാക്കളിലൂടെ 4 കമ്പോസ്റ്റ് ബിൻ സ്ഥാപിച്ചാണ് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. ഇത് പറയുമ്പോൾ എന്താ വെച്ചാലേ, മാലിന്യം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ ഏത് രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സംസ്കരണ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണല്ലോ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴും വേറെ ഭാഗത്ത് മലിനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ഇങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളും അതിദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേ നമ്മൾ അത് തമാശയായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല. നമുക്ക് എത്രത്തോളം അത് നടപ്പിലാകുമോ എന്നുള്ളത് ഒരു ആശങ്കയായിട്ട് നിർത്തേണ്ട ഒരു വിഷയമൊന്നുമല്ല ഇപ്പോൾ. കാരണം നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്രയുടെ ഇടയിൽ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ പ്ലാസ്റ്റിക് മുക്ത വിദ്യാലയം, അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല ഇങ്ങനെയൊക്കെ എഴുതി വെക്കുക എന്നതിനപ്പുറം നമ്മളെവിടെ നോക്കിയാലും നമ്മുടെ റോഡുകളിലാവട്ടെ ഗ്രൗണ്ടുകളിലാവട്ടെ നമ്മൾ ഇടപെടുന്ന പ്രദേശങ്ങളിൽ പരിസരങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു അവസ്ഥ എല്ലാം വേണമെങ്കിൽ പറയാം. എന്നാൽ പ്ലാസ്റ്റിക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കണ്ടൻ്റാണ് ജീവിതത്തിൽ. നമ്മൾ ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു സംഭവം നമ്മളെ ജീവിതത്തിൽ വരാൻ സാധ്യത കുറവാണ്. അത് നിയന്ത്രിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്തിനെങ്കിലും കൊണ്ടിട്ട് വെറുതെ ഫൈൻ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കപ്പുറം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈസൂരിലേക്ക് പോകാൻ വിചാരിച്ചോളേ, അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിലേക്ക് പോവുക, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറും കഴിഞ്ഞാൽ വാഹനത്തിലുള്ള ആളുകൾക്ക് ഒരു മുൻകരുതൽ എന്ന നിലക്ക് വലിയ ബോർഡും ഒരു ബിന്നും അവിടെ കാണാം. അതെന്തിനാ? തങ്ങളുടെ വണ്ടികളിൽ ഉപയോഗിച്ച അതല്ലെങ്കിൽ വാട്ടർ ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് അവർ അവയർനെസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് വണ്ടിക്കാർ നിർത്തിയിട്ട് അവിടെ അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. അതെ, അതിലൊരു വ്യത്യസ്തനാണ്. ആരും അറിയാം. അതെ, അതിലൊരു ഒഴിവ് കഴിവ് ചെയ്യണവരാലോചിച്ചാൽ കേരളക്കാർ, നമ്മൾ മലയാളികൾ. കാരണം നമ്മളിവിടെ തോന്നിയ പോലെയാണ്. നമ്മളിവിടെ എന്താ വെച്ചാൽ അതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മളത് കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് നമ്മളെ നിയമങ്ങൾ കൊണ്ടുവന്നത് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഈ ജൈവ മാലിന്യം അജൈവ മാലിന്യം ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈ ജൈവ മാലിന്യത്തിൽ മതപരമായി നമുക്ക് കൃത്യമായ മാർഗം തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ അജൈവ മാലിന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജൈവ മാലിന്യം ബാധിക്കുന്നത് പ്രകൃതിയാണ്, പ്രകൃതിയിലെ വിഭവങ്ങളെയാണ്. അതിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും ശരിക്കും ഇസ്ലാം പറയുന്നുണ്ട് ഈ പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളെയും നശിപ്പിക്കുന്ന അവസ്ഥ വരരുത്. യുദ്ധത്തിൽ പോലും മരങ്ങൾ മുറിക്കരുത്. അപ്പോൾ മരങ്ങൾക്കും ജീവികൾക്കും ദോഷമാകുന്ന അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളൊരു കീസ് കൊണ്ടുപോയി വലിച്ചെറിയുക അല്ലെന്ന് പറയുമ്പോൾ അത് ഈ പ്രകൃതിയെ ബാധിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ അതിൽ ചില ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. മതപരമായി മാത്രമല്ല, അതും അതിൻ്റെ കൂടെ തന്നെയൊക്കെ ഒന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. രണ്ടാമത് നിയമം നടപ്പിലാക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവിടെ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് പോലുള്ള വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ നേരം വെളുത്തൊരു 6 മണി വെളുപ്പ് നമ്മളെ പ്രഭാതം ആകുന്ന സമയമുണ്ടല്ലോ, റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും മാലിന്യങ്ങൾ. അത് പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളായിരിക്കാം, ഭക്ഷണാവശിഷ്ടങ്ങളായിരിക്കാം. അതൊക്കെ ഒന്നുകിൽ വേസ്റ്റ് ബിന്ന് ഉള്ളിടത്തോ അല്ലെങ്കിൽ അല്ലാത്തടത്തോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 6:30-7 മണി നേരം വെളുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് അതിൻ്റെ ജോലിക്കാർ കൃത്യമായത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും അത് ശീലിച്ചിട്ടുണ്ട് അവർ. ആ ഗ്രാമങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് നമ്മൾ മുറ്റുണ്ടല്ലോ, അത് തൂത്തുവാരുന്നത് പോലെ ഗ്രാമത്തിലെ റോഡുകൾ വൃത്തിയായിട്ട് ഒരു പോലും റോഡിലില്ലാത്ത രൂപത്തിൽ തൂത്തുവാരിയത് കാണാം. ഭയങ്കര കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ പരിസരത്തെ റോഡാണ് അവർ വൃത്തിയാക്കുന്നത്. ഒരു റോഡ് മൊത്തം 2 ആൾ കൂടിയിട്ട് വൃത്തിയാക്കല്ല. നമ്മളുടെ എന്താ വെച്ചാൽ നമ്മളെ മതിലിൻ്റെ ഉള്ളിൽ റെഡിയായി മതി, ആയിക്കോട്ടെ, നേരെ അപ്പുറത്ത് കൊണ്ടിടുക, അപ്പുറത്തേക്കാണ് വലിച്ചിടുക, അല്ലെങ്കിൽ പുറത്തെന്തോ ആയിക്കോട്ടെ, നമ്മളെ വീടിൻ്റെ അകത്തെന്തോ എന്നുള്ള ഒരു പരിമിതമായ വൃത്തത്തിൻ്റെ അകത്തേക്ക് നമ്മൾ മാറുകയാണ്. ശരിയാണത്. കാരണം നമ്മൾ നന്നാവാതെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു
മാബി ഖൗമിൻ മാബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആ സംഭവം തന്നെയാണ്. നമ്മൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ പ്രകൃതി മാറുള്ളൂ. ഈ ഏറ്റവും തിരക്കേറിയ ബോംബെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളിലൊക്കെ ഇതിനേക്കാൾ വേണം ശരിക്കും സത്യം പറഞ്ഞാൽ, അല്ലേ? അവരൊക്കെ എന്നാൽ റോഡൊക്കെ കിടക്കുന്ന അതിൻ്റെ ഒരു ക്ലീൻനെസ് അത്രത്തോളം വളരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അല്ല, ഇതൊരു സംസ്കാരമാണ്. ഇത് ചെറുപ്പത്തിലെ കുട്ടികളെ ഒരു സമൂഹത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ കൊണ്ടൊന്നും പെട്ടെന്ന് നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് മക്കളെ വളർത്തുന്നിടത്ത് ഈ പറഞ്ഞ ബോധം, ഈ തന്നെ ചിന്താഗതികളൊക്കെ കുട്ടികളെ അല്ലെങ്കിൽ മലിനമാക്കുന്നതിൽ നിന്നും, അതുപോലെ വൃത്തി, ശുചിത്വം ഇത് ബാധിക്കുന്നത്, ഇതിനൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു സംസ്കാരമാണ്. അത് തീർച്ചയായിട്ടും ഇനി എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷേ മലയാളികൾ സ്വീകരിച്ചു പോരേണ്ടുന്ന ആ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അലംഭാവം കാണിക്കുക. എത്രത്തോളം എന്നറിയാം നിങ്ങൾ? ഇപ്പോൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വരുന്ന വീടുകളിൽ അവർക്കൊരു 50 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഭക്ഷണമൊക്കെ വെറുതെ വേസ്റ്റാക്കുന്ന 50-ൻ്റെയും 100-ൻ്റെയും ഭക്ഷണം വെറുതെ വേസ്റ്റാക്കുന്ന നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഇവർ വീട്ടിൽ വരുമ്പോൾ ഒരു 50 രൂപ അവർക്ക് കൊടുക്കുമ്പോഴേക്ക് നമ്മളതിൻ്റെ നിയമങ്ങൾ നോക്കുന്നു, അവിടെ സംസാരിക്കുന്നു. വന്നത് പാവപ്പെട്ട സ്ത്രീകളായിരിക്കും. അവർക്ക് അർത്ഥത്തിൽ കണ്ടാൽ മതി നമ്മളൊരു മാലിന്യം കൊണ്ട്. പക്ഷെ അങ്ങനെ കാണാതിരിക്കുമ്പോഴാണ് നമ്മളിതിന് തർക്കിക്കണം 50 രൂപക്ക്. അതെ, ഇത് നിയമപരമായിട്ടുണ്ടോ, നിങ്ങൾ കൊണ്ടുപോകേണ്ട ബാധ്യതയല്ലേ നിങ്ങൾക്ക്? അതെ. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ പോലും നമ്മളിതിന് നേരെ ആൻറ്റി ആയിട്ട് നിൽക്കുന്നതാണ് മിക്കവാറുമൊക്കെ ഇങ്ങനെയുള്ള താറുമാറുകൾ ഉണ്ടാകാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കണം. എന്താവട്ടെ, മാലിന്യ സംസ്കരണം അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഭാഗമാകണം. അത് അവനവൻ്റെ വീട്ടിൽ സംസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊതുമേഖലകളിൽ സംസ്കരിക്കുന്ന ആ ഒരു സ്വഭാവത്തോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. എന്തായാലും മാലിന്യം തന്നെയാണ്, അതിൽ വേറൊന്നുമില്ലല്ലോ. അതങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ട ഒരു ബോധമുണ്ടാകണം. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു വോയിസിൽ നമ്മൾ കേട്ടത്. എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്.